ജിതിൻ, ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വളരെ വേഗം നമുക്ക് മടങ്ങാൻ പറ്റും എന്ന് തോന്നുന്നു. ഷിരൂരിലെ എല്ലാ കാത്തിരിപ്പും അവസാനിക്കുകയാണ് അല്ലേ ജിതിൻ? അതെ, ഷിരൂരിൻ്റെ എല്ലാ കാത്തിരിപ്പും അവസാനിക്കാൻ പോവുകയാണ്. എന്നിരുന്നാൽ കൂടിയിട്ടും ഈ ഷിരൂർ ഞങ്ങളെ ഒരിക്കലും, എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു സ്ഥലം തന്നെയാണ് ഷിരൂർ. അർജുൻ ഉറങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. കുടുംബം എല്ലാവരും ഇനി ഇവിടെ എത്തിച്ചേർന്നുള്ള അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മീഡിയ എല്ലാവരും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് അവർക്ക് വരാൻ പറ്റാതിരുന്നത്. തീർച്ചയായിട്ടും അവരെല്ലാവർക്കും ഇവിടെ വരണം. ഇവിടെ ഇരുന്ന് കുറച്ച്, അവൻ ലാസ്റ്റ് ഇരുന്ന സ്ഥലത്ത് ഇരുന്ന് കുറച്ച് ഇരുന്ന് കരയണമെന്നെല്ലാം എന്നോട് അമ്മയും കൃഷ്ണപ്രിയയാണ് എല്ലാവരും എന്നെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അർജുൻ ഒരു അളിയൻ അല്ലെങ്കിൽ അഞ്ജുവിൻ്റെ ഒരു സഹോദരൻ മാത്രമല്ലായിരുന്നു. എല്ലാവർക്കും അറിയാം, ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഞങ്ങളെങ്ങനെയായിരുന്നു, ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു ഞങ്ങൾക്കൊരു പ്രശ്നം, എന്ത് പ്രശ്നം ആയിക്കോട്ടെ ഫസ്റ്റ് ഓടി എത്തുന്ന ആളായിരുന്നു അർജുൻ. അവനെ പരിചയപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം ഏത് തരത്തിലുള്ളൊരു സമ്പർക്കമാണ് പിന്നീട് അവനായിട്ട് ഉണ്ടാവുക എന്നുള്ളതെല്ലാം അവനെ പരിചയപ്പെട്ടുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് നമ്മുടെ മനാഫ് ആണെങ്കിലും മുബീൻ കെ ആണെങ്കിലും ഒക്കെ ഇവിടെ കൂടെ തന്നെ അവരും നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിവൈകാരികമായിട്ട് പല ഘട്ടങ്ങളും ഇവിടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഒന്നാം ഘട്ട തെരച്ചിൽ, നേരത്തെ അഞ്ചു പറഞ്ഞതുപോലെ തന്നെ ഒന്നാം ഘട്ട തെരച്ചിലും രണ്ടാം ഘട്ട തെരച്ചിൽ, പിന്നെ ഈ മൂന്നാം ഘട്ട തെരച്ചിലായിരുന്നു നമുക്ക് ആശയക്കുഴപ്പം ഏറെ ഉണ്ടായിരുന്നൊരു സന്ദർഭം. അതിൽ എന്നെ ഏറ്റവും കൂടെ ചേർത്ത് പിടിച്ച് ജ്യേഷ്ഠ സഹോദരൻ എന്ന പോലെ കൂടെ പിടിച്ച ഒരാളാണ് AK അഷ്റഫ് മഞ്ചേശ്വരം MLA. രാഘവേട്ടനെല്ലാം അത്രയും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ എത്തിച്ചു കാര്യങ്ങൾ. അദ്ദേഹത്തിൽ നിന്ന് ഡയറക്റ്റ് ഉറപ്പ് മേടിച്ച് തന്നു, ഡ്രഡ്ജർ എത്തിക്കും, ഇനി എത്ര പൈസ ആയാലും 1 കോടിയല്ല, ഇനി അതിൽ എത്ര കൂടുതൽ പൈസ ആയാലും അത് അവരെത്തിക്കുന്നുള്ള ഒരു ഉറപ്പ് മുഖ്യമന്ത്രി എനിക്കന്ന് തന്നു. വളരെ ആത്മവിശ്വാസം പകരുന്ന കാര്യമായിരുന്നു അന്ന്. അർജുനെ ജീവനോടെ അല്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് പോകാൻ അവൻ്റെ എന്തൊരു അവശേഷിപ്പ് വേണമെന്ന് ഞങ്ങൾക്കൊരു ആവശ്യമുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അവൻ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആവശ്യത്തിന് തന്നെയായിരുന്നു അത്. അതിനെല്ലാം ഇവിടുത്തെ ഭരണകൂടമാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഭരണകൂടമാണെങ്കിലും ഈ പറഞ്ഞതുപോലെ AK അഷ്റഫ്, അതേപോലെ തന്നെ രാഘവൻ സാർ, KC വേണുഗോപാൽ സാർ, ഇവരെല്ലാം കൂടെ നിന്ന് പ്രയത്നിച്ചതിൻ്റെ ഫലം തന്നെയാണ് ഇന്നലെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് ഈ ലോറി ബുക്ക് ചെയ്തും അതിൽ അർജുൻ ഉണ്ടായി എന്നത് തന്നെ വളരെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എത്ര ഞങ്ങൾ നെഗറ്റീവ് അടിച്ചാൽ ഉള്ളിൻ്റെ ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജുൻ അതിലുണ്ടാകും എന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് തന്നെയാണ്. ജിതിൻ, നമ്മൾ തന്നെ പലതവണ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥ മാറി വരുന്നു, ഒരിക്കലും സാധ്യമല്ല എന്ന് തോന്നി പല ഘട്ടങ്ങളിൽ നമുക്കിത് അവസാനിപ്പിക്കേണ്ടി വരുന്നു. ആർമി മടങ്ങുന്നു, നേവി മടങ്ങുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത്ര ദിവസം കൂടി ജിതിൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ജിതിൻ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും മടങ്ങണമെന്ന് ഒരു തോന്നലുണ്ടാകുമ്പോൾ ജിതിൻ അവിടെ പിടിച്ചു നിർത്തിയത് എന്തായിരിക്കും? കാര്യം കാലാവസ്ഥ മാറി വരുന്നു. ഇനിയിപ്പോൾ 2-3 മാസമൊക്കെ കഴിഞ്ഞ് പുഴയൊക്കെ ഒന്ന് മെലിഞ്ഞ് പുഴ ഉണങ്ങി തുടങ്ങുന്ന ഘട്ടത്തിൽ വരാം എന്നൊക്കെ ആലോചിക്കേണ്ട സമയം ഉണ്ടാവുമല്ലോ. പക്ഷെ അപ്പോഴൊന്നും ജിതിൻ അത് വിട്ടില്ല. ജിതിനും അഭിജിത്തും ഒക്കെ, എനിക്കറിയാം, ഞാനത് പറയായിരുന്നു പ്രേക്ഷകരോട്, ആദ്യ ഘട്ടത്തിൽ അവിടെ വന്ന് നിൽക്കുന്ന കാഴ്ചയൊക്കെ വല്ലാതെ സങ്കടപ്പെടുന്ന കാഴ്ചയായിരുന്നു. പക്ഷെ അവിടെ പിടിച്ചു നിർത്താൻ ജിതിനെ പ്രേരിപ്പിച്ച് എന്തോ ഒന്നും ഉണ്ടായിരുന്നു അല്ലേ ജിതിൻ? അതെ, അത് വലിയൊരു ഘടകം തന്നെയാണ്. എൻ്റെ ഭാര്യയുടെ മുഖം, എൻ്റെ അർജുൻ്റെ അമ്മയുടെ മുഖം, അർജുൻ്റെ അച്ഛൻ, അനിയത്തി, ഇവരെല്ലാം ആ മുഖം, അത് ആ ഒരു വീട് ഞങ്ങളുടെ പിന്നെ എന്താ പറയുക, അത്രയും സന്തോഷത്തിൽ പോയൊരു കുടുംബമായിരുന്നു. പിന്നെ ഓക്കെ ജിതിൻ, എനിക്കറിയാം ആ ഒരു മൊമെന്റിലാണ് നമ്മൾ സുപ്രഭാതത്തിൽ അതെല്ലാം ഒരു ചിന്നിച്ചിതറിയ ഒരവസ്ഥ ഉണ്ടായി. പെട്ടെന്നൊരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ടു ഉണ്ട്. അപ്പം അവരെ കൂടെ ഏതറ്റം വരെ മുന്നോട്ട് പോകേണ്ട ആവശ്യകത, ആ ഒരു അർപ്പണബോധം എന്നിലുണ്ടായിട്ടുണ്ട്. കാരണം ഞാനല്ലാതെ ആ സമയത്ത് ഇനി അവരെ മുന്നോട്ട് നയിക്കൂ എന്നുള്ളൊരു അഭിജിത്തിനറിയാം. അഭിജിത്തെല്ലാം അവൻ്റെ അനിയനാണ്. വൈകാരികമായിട്ട് അവന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയല്ല, അറിയാലോ, പല കാര്യങ്ങൾ പ്രതികരിക്കാൻ തന്നെ അവന് മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ഇതിന് മുന്നോട്ട് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ എന്നുള്ള ഒരു ബോധ്യം തന്നെ എനിക്കുണ്ടായി. അന്നും ഞാനും പറഞ്ഞതുപോലെ തന്നെ ഞാനും അവിടെ നിന്ന് വീട്ടിലിറങ്ങുമ്പോൾ ഭാര്യ അവനൊന്നും സംഭവിക്കില്ല, അവനായിട്ട് നമ്മൾ തിരിച്ചു വരൂ എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് പല കാര്യങ്ങളും നടന്നു. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുടുംബത്തിന് ഇനി മുന്നോട്ട് നയിക്കുക എന്നുള്ളത് എൻ്റെയും കൂടെ
എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് കൂട്ടി തന്നെ ഞങ്ങൾ മുന്നോട്ട് ഒരുമിച്ച് ഇരുന്ന് പോകും. ജിതിൻ, ഈ ഈശ്വർ മാൽപ്പയുടെയൊക്കെ വരവും വളരെ നിർണായകമായെന്ന് എനിക്കറിയാം. ഈശ്വർ മാൽപ്പ അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്. വളരെ ഒന്നും പ്രതീക്ഷിക്കാതെയാണല്ലോ ഈശ്വർ മാൽപ്പ അടക്കമുള്ളവർ അവിടെ വരികയും തെരച്ചിൽ നടത്തുകയും ആദ്യം ഈ ഹൈഡ്രോളിക് ജാക്കി ആദ്യം കണ്ടെത്തുന്നതും ഈശ്വർ മാൽപ്പയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷ വരികയാണ്. അവിടെ തന്നെ ഉണ്ട്, അത് കടലിലേക്കൊന്നും ഒലിച്ചു പോയിട്ടില്ല. കാരണം ഒരുപാട് പേര് പറഞ്ഞത് കുറച്ച് ഒലിച്ചു പോയാൽ അങ്ങ് കടലിൽ പോവും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ വലിയ തെരച്ചിലൊന്നും നടത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ പലരും പറയുമ്പോഴും നമുക്ക് പ്രതീക്ഷ നൽകിയത് ഈശ്വർ മാൽപ്പയുടെ വരവ് കൂടിയല്ലേ. നമ്മൾ ഈ സമയത്ത് ഈശ്വർ മാൽപ്പയെ കൂടി ഓർമ്മിക്കണം, അല്ലേ ജിതിൻ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾക്കുമല്ല കേരളക്കാർക്ക് ഒന്നാകെ അദ്ദേഹം നൽകിയിരുന്നു. ഒന്നാം ഘട്ട തെരച്ചിലിൽ ഇനി കരയിലില്ല എന്നൊരു നിഗമനം എത്തുകയും വെള്ളത്തിലാണെന്നുള്ളൊരു അനുമാനം എത്തുകയും ചെയ്തപ്പോൾ തന്നെ ഈശ്വർ മാൽപ്പയെ പിന്നെ വെള്ളത്തിൽ തിരയുകയും അന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഈ ട്രക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അന്നൊന്നും സാധിച്ചില്ല. രണ്ടാം ഘട്ട തെരച്ചിലിൽ ഈശ്വർ മാൽപ്പയെ ഉൾപ്പെടുത്തിയിട്ടുള്ള തെരച്ചിലായിരുന്നു. അതിലും നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കിട്ടി, മരങ്ങൾ കിട്ടി. പിന്നെ അതെല്ലാം ഒരു എന്ത് പറഞ്ഞാലും അതൊക്കെ നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയായിരുന്നു ഈശ്വർ മാൽപ്പയുടെ സാന്നിധ്യം. ഈ എനിക്കൊന്ന് കർണാടകയിലെ പുഴ പോലെ ഇപ്പോൾ പരിചയമായി കാണും ജിതിനും, ഈ ഗംഗാവലി പുഴയും അതിൻ്റെ തീരവും ഈ ഗംഗാവലി പുഴയിൽ നമ്മൾ ഈ അപകടം ഉണ്ടായ സ്ഥലവും, അല്ലേ ജിതിൻ? അതൊന്നും ഇനി ജിതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ഭൂപ്രകൃതിയാണ് ഈ ഷിരൂരിലേത്. ഷിരൂര് മുതൽ ഈ അപകടമുണ്ടായ സ്ഥലം വരെയുള്ള പ്രദേശം എത്ര തവണയാണ് ജിതിൻ നടന്നു തന്നെ പോയിട്ടുണ്ട്, അല്ലേ, കുറേ ദൂരം? തീർച്ചയായിട്ടും ഇതൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത, മരണത്തിന് മാത്രമേ ഈ ഒരു ഓർമ്മകളെ നഷ്ടപ്പെടുത്താൻ പറ്റൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും അനുഭവങ്ങൾ ഒരു ജീവിതത്തിൽ, ഒരു ലൈഫിൽ ഒരു മനുഷ്യന് എന്തെല്ലാം നേരിടേണ്ടി വരുന്നത് ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഇവിടുന്ന് നേരിട്ട ഒരാളാണ് ഞാൻ മാത്രമല്ല കേട്ടോ. അതേപോലെ ഞാൻ നിൽക്കുന്നതിന് കാരണം എൻ്റെ കുടുംബത്തിൻ്റെ പുറകിൽ നിന്ന ഒരു പിന്തുണ, അത് എൻ്റെ ഭാര്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ലഭിച്ചത്. അവളെന്ന് പറഞ്ഞാൽ എന്നെക്കാളും ബോൾഡായിട്ടുള്ള ഒരാളാണ്. ഞാൻ ചിലപ്പോൾ തകരുമ്പോൾ എന്നെ പിടിച്ചു നിർത്തുന്ന ആളെ എൻ്റെ ഭാര്യ അഞ്ജു തന്നെയാണ്. അത് ഞങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഭാഗമായിട്ട് തന്നെയാണ്. അത് ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. വളരെ ഒരു കാര്യം അത് തന്നെയാണ്. അതിനൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ അതൊരു വലിയ കരുത്തായിട്ട് മാറും ജിതിൻ, എന്നല്ലാതെ നമുക്ക് എന്താ പറയാൻ കഴിയുക. എന്തായാലും ഉടൻ മടങ്ങി വരിക. DNA പരിശോധനയുടെ സാങ്കേതിക ക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയോ ജിതിൻ അവിടെ നിന്ന് മടങ്ങാൻ പറ്റും. എന്തായാലും ജിതിൻ ഒപ്പമല്ലേ മടങ്ങത്തുള്ളൂ, അർജുൻ്റെ ശരീരവും കൊണ്ടേ മടങ്ങത്തുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും അർജുൻ്റെ ഭൗതിക ശരീരം, അതെ, അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വരുള്ളൂ. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇത്രയും നാൾ കാത്തിരുന്നല്ലോ നമ്മൾ. ഇന്നോ അല്ലെങ്കിൽ നാളെ എന്നൊരു ദിവസം നമുക്കിടിഞ്ഞ് മുന്നിലുള്ളൂ. താങ്ക് യു ജിതിൻ. നമ്മൾ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല ജിതിൻ, എനിക്കറിയാം. ഇത് ജിതിനിൽ നിന്ന് കേൾക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ ജിതിനോട് ചോദിക്കേണ്ട എന്ന് വെച്ചതാണ്. അതേപോലെ കുടുംബത്തോടും താങ്ക് യു ജിതിൻ പ്രതികരിച്ചതിന്. ജിതിനും അഞ്ജുവും പ്രതികരിച്ചതാണ് കണ്ടത്. തീർച്ചയായിട്ടും ഈ രണ്ടുപേര്, അഭിജിത്തിന് ഒപ്പം സഹോദരിയെ കൃഷ്ണയെ, ഇവരെല്ലാവരുടെയും പേര്, അമ്മ ഷീല, അച്ഛൻ, ഇവരുടെയൊക്കെ പേര്. ഇതിനിടയ്ക്ക് അവരുടെ വീട്ടിൽ അച്ഛൻ വയ്യാതാവുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി എന്നത് പ്രേക്ഷകർ അറിയണം. ആ കുടുംബം അനുഭവിച്ച് അവർ തിന്ന തീക്ക് ഒരു കൈയും കണക്കുമില്ലായിരുന്നു എന്നുള്ളതാണ്. കാര്യം കാത്തിരിപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ്. തിരിച്ചു വരില്ലെന്ന് അറിയാതിരുന്നിട്ടും ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതാണ് ഏറെ ദുസ്സഹമാകുന്നത്. തിരിച്ചു വരുമെന്ന് ഒരു എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ ആ കാത്തിരിപ്പിനൊരു സൗന്ദര്യമുണ്ട്. അതുപോലും ഇല്ലാതെയുള്ള കാത്തിരിപ്പാണ് 70 ദിവസം. ആ കുടുംബം ഒരുപാട് അനുഭവിച്ച് തീർത്തു. ആ കുടുംബത്തോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ച് തന്നെ നിന്നു. നമ്മൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തി, നമ്മൾ അവർക്ക് വേണ്ടി കൈകൾ ഉയർത്തി, അവരോട് സ്നേഹിച്ച് സഹതപിച്ച്, അല്ല അനുതാപപൂർവ്വം ആ കുടുംബത്തോടൊപ്പം നിന്നു. അപ്പോൾ ഒരുപാട് പേര് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഈശ്വർ മാൽപ്പ അടക്കമുള്ള.